തിയേറ്ററിൽ ഹിറ്റായതിനു പിന്നാലെ OTT-യിലും ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് കുഞ്ചാക്കോ ബോബൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി മികച്ച അഭിപ്രായം നേടി തിയേറ്ററുകളിൽ മുന്നേറുന്നതിനിടെയാണ് ഇപ്പോൾ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർച്ച് 20-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി പ്രേക്ഷകർക്ക് മുന്നിലെത്തും. മലയാളം, ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലാണ് ചിത്രം OTT-യിലെത്തുന്നത്. ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തിയേറ്റർ കളക്ഷനിൽ വമ്പൻ കുതിപ്പ് നടത്തിയ സിനിമ ഇതിനോടകം തന്നെ 50 കോടി ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ കുഞ്ചാക്കോ ബോബന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി ചിത്രം മാറിയിട്ടുണ്ട്. ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ ചിത്രമായി ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറിയിരുന്നു. 27 കോടി രൂപയാണ് സിനിമ ഇതുവരെ കേരളത്തിൽ നിന്നും നേടിയെടുത്തത്. ആസിഫ് അലി സിനിമയായ രേഖാചിത്രത്തിനെ മറികടന്നാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ നേട്ടം കൈവരിച്ചത്. 26.85 കോടി രൂപയായിരുന്നു രേഖാചിത്രം കേരളത്തിൽ നിന്നും നേടിയത്. അതേസമയം രേഖാചിത്രം 75 കോടിയിലേറെ ആഗോളതലത്തിൽ നിന്നും നേടിയിട്ടുണ്ട്. അതേസമയം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ തമിഴ്, തെലുങ്ക് പതിപ്പുകൾ ഇന്ന് റിലീസ് ചെയ്യുകയും ചെയ്തു. മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ്, ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറുകളിൽ മാർട്ടിൻ പ്രക്കാട്ട്, സിബി ചാവറ, രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചത്. പ്രണയവിലാസത്തിനു ശേഷം ഈ ടീം ഒന്നിക്കുന്ന സിനിമ കൂടിയായിരുന്നു ഇത്.